കായിക വകുപ്പ് ധനകാര്യ വിഭാഗത്തിലെ കണ്ടെത്തലിനെ തുടർന്ന് പൂഴ്ത്തിവെച്ച കായിക ഉപകരണങ്ങൾ ഒടുവിൽ പുറത്തിറക്കിയ സ്പോർട്സ് കൗൺസിൽ. ലക്ഷങ്ങൾ വിലയുള്ള കായിക ഉപകരണങ്ങളാണ് ഏറെ വർഷമായി ഗോഡൌണിൽ പൊടിപിടിച്ച് കിടന്നത്. വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമെന്ന സാധ്യത കണക്കിലെടുത്താണ് വിതരണം. സനീറ്റയാണ് ചേരുന്നത്. സനീറ്റ, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ശ്യാമിലി, ഏറെ വർഷമായി, അതായത് കഴിഞ്ഞ ഇടതു സർക്കാർ ഇത്തരത്തിൽ നിയമിച്ചിരുന്ന ഭരണസമിതിയുടെ കാലം മുതൽ ഇത്തരത്തിൽ ഈ തിരുവനന്തപുരം സ്പോർട്സ് കൗൺസിലിന്റെ ഗോഡൌണിലാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ ഉപകരണങ്ങൾ, അതായത് കായിക വസ്തുക്കൾ ഈ പൂഴ്ത്തിവെച്ച സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം കായിക മന്ത്രി ഒ ജെ ജനീഷ് സ്പോർട്സ് കൗൺസിലിൽ സന്ദർശനം നടത്തിയ ദിവസമായിരുന്നു ഇതിൽ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിന്റെ തലേ ദിവസം തന്നെ നിരവധി മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കായിക വകുപ്പിന്റെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നത്. ആ സാഹചര്യത്തിലാണ് അവർ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സ്പോർട്സ് കൗൺസിലിന്റെ ഗോഡൌൺ പരിശോധിച്ചപ്പോൾ ലക്ഷങ്ങൾ വിലമതിക്കുന്ന കായിക വസ്തുക്കൾ ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇതിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും സ്പോർട്സ് കൗൺസിൽ അധികൃതർ ഇതിന്റെ വിതരണത്തിനായി ഒരുങ്ങിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പ്രധാനമായും കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലെ കായിക താരങ്ങൾക്കാണ് ഇത് വിതരണം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നോക്കിക്കാണേണ്ടത് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന വസ്തുക്കൾ ഈ ഗോഡൌണിൽ പൂഴ്ത്തിവെച്ച സാഹചര്യത്തിൽ സ്പോർട്സ് കൗൺസിലിലെ കായിക താരങ്ങൾ വലിയ ഇത്തരത്തിൽ ഈ ഉപകരണങ്ങളെ അല്ലെങ്കിൽ പരിശീലന വസ്തുക്കളുടെ വലിയ ഒരു ലഭ്യതക്കുറവ് ഇവർ നേരിട്ടിരുന്നു. ഇതിൽ പ്രധാനമായും അത്ലറ്റിക്സ് വിഭാഗത്തിന്റെ സ്പൈക്ക്, നമുക്കറിയാം, ഒരു സ്പൈക്ക് വാങ്ങിക്കണമെങ്കിൽ തന്നെ വലിയ തരത്തിൽ വില നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ബോക്സിംഗ് കിറ്റുകൾ, സ്പാറിംഗ് കിറ്റുകൾ, അങ്ങനെ നിരവധി വസ്തുക്കളാണ് ഇത്തരത്തിൽ ഗോഡൌണിൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ എന്തായാലും നിലവിൽ ഈ സാഹചര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഈ അന്വേഷണം പ്രഖ്യാപിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ 3 ജില്ലകളിലേക്ക് ഇത്തരത്തിൽ ഈ വിതരണം തുടങ്ങിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കായിക വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ എന്തുകൊണ്ട് ഈ ഗോഡൌണിൽ ഇത്തരത്തിൽ വസ്തുക്കൾ കെട്ടിക്കിടക്കുന്നു എന്ന സാഹചര്യം അന്വേഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. തുടർ ദിവസങ്ങളിൽ ഇതിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഷാമിലി. ശരി സനീറ്റ.